ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ സാധാരണ വാട്സപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ അറിയാം, ഞാൻ തന്നെ കുറേ വീഡിയോസ് ചെയ്തിട്ട് വാട്സപ്പിലുള്ള ലേറ്റസ്റ്റ് അപ്ഡേഷനെ കുറിച്ച് ചെയ്യാറുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് നല്ലപോലെ അറിയുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഒരു അപ്ഡേഷൻ നമുക്ക് 2 ദിവസം മുൻപ് എൻ്റെ ഫോണിലേക്ക് വന്നതാണ്. അപ്പം ഈ ഒരു അപ്ഡേഷൻ നമുക്ക് പണ്ട് കാലങ്ങളിൽ നമ്മൾ ഉപയോഗിച്ചിരുന്നത് മറ്റുള്ള പല അപ്ലിക്കേഷൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ്. ഇപ്പം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. വാട്സപ്പ് തന്നെ അവർ തന്നിരിക്കുന്ന ഒരു ഓപ്ഷനാണ്. അത് ഉപയോഗിച്ച് നമുക്ക് വളരെ സ്റ്റൈലിഷ് ആയിട്ട് ഇനി മുതൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്താണ് ആ അപ്ഡേഷൻ എന്നുള്ളതും മുഴുവനായിട്ട് വീഡിയോ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനു മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തുടർന്ന് ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. നമ്മുടെ മൊബൈൽ ഓപ്പൺ ചെയ്തതിനു ശേഷം വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഈ അപ്ഡേഷനെ കുറിച്ച് ഞാൻ കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞുതരാം. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രൊഫൈൽ എടുക്കുക. ഞാൻ വൈഫിൻ്റെ തന്നെ എടുക്കുകയാണ്. ഇവിടെ നമുക്ക് വൈഫിൻ്റെ ഒരു ഹായ് അയക്കുകയാണ്. ഹായ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഒരു ഹായ് അയക്കും. നമ്മൾ അതിൻ്റെ കൂടെ വല്ല സ്റ്റിക്കറുകൾ അല്ലെങ്കിൽ ഇമോജീസ് കാര്യങ്ങളൊക്കെ നമ്മൾ അയക്കാറുണ്ട്. ഇവിടെ നമുക്ക് മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇമോജി കാണുന്നുണ്ട്. നമുക്ക് അങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് സ്റ്റിക്കേഴ്സ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലേ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ സ്റ്റിക്കറിൻ്റെ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റിക്കേഴ്സ് സെലക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കറുകൾ ഇതൊക്കെ മുൻപേ ഉള്ള ഓപ്ഷനാണ്. നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ഓപ്ഷനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അതിന് തൊട്ടടുത്തൊരു GIF ഓപ്ഷൻ ഉണ്ട്. GIF ഇമേജസ് നമുക്ക് ഇതേപോലെ തന്നെ അയക്കാൻ പറ്റും. അതിൽ തന്നെ ടോപ്പിൽ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ടൈപ്പ് കാര്യങ്ങൾ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല ഞാൻ പറയാൻ പോകുന്ന ലേറ്റസ്റ്റ് ഓപ്ഷൻ. ഇതൊന്നുമല്ല. ഇവിടെ നമുക്ക് ഇവിടെ സെറ്റിംഗ്സ് കാണുന്നുണ്ട്. അതിന് തൊട്ടടുത്ത് ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. നമുക്ക് വേറൊരു ഭാഷയിലേക്കൊക്കെ മാറ്റിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് ഇവിടെ കണ്ടില്ലേ, തീംസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് കളർ പാലറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു വ്യക്തിക്ക് നമ്മൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ഞാൻ പറഞ്ഞുതരാൻ പോകുന്ന ഓപ്ഷൻ ഇവിടെ ഇപ്പോൾ വാട്സപ്പിൽ പുതിയതായിട്ടുള്ള ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത്. ഇവിടെ താഴെ ഞാൻ ഈ പോയിന്റ് ചെയ്തിരിക്കുന്ന ഭാഗത്ത് ഒരു പ്ലസ് ഐക്കൺ വന്നിട്ടുണ്ടാവും. നിങ്ങളുടെ ഫോണിൽ നോക്കുക വന്നിട്ടുണ്ടോ എന്നുള്ളത്. ആ പ്ലസ് ഐക്കണിൽ ക്രിയേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അഥവാ കാണുന്നില്ല എങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ സെർച്ചിൽ വാട്സപ്പ് എന്ന് കൊടുക്കുക. എന്നിട്ട് വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. അതായത് ക്രിയേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ അവിടെ വന്നിട്ടില്ല. ക്രിയേറ്റ് ഒരു പ്ലസ് മാർക്ക് കാണിക്കും. അത് വന്നിട്ടില്ലെങ്കിലും പക്ഷേ ഇവിടെ എൻ്റെ ഫോണിൽ അത് കാണുന്നില്ല. അപ്പം എൻ്റെ ഒരു ഫോണിൽ അത് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ മറ്റൊരു ഫോണ് എടുക്കുകയാണ്. അത് ഐഫോണാണ്. അതിലെടുക്കുകയാണ്. ഇവിടെ ആൻഡ്രോയിഡിൽ കാണിക്കുന്നില്ല. പക്ഷേ പല ആൻഡ്രോയിഡ് ഫോണിലും ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ആയിട്ടൊന്ന് അറിയിക്കുക. അവിടെ ഞാൻ ഐഫോൺ എടുത്തിട്ടുണ്ട്. അവിടെ ഞാൻ വൈഫിൻ്റെ നമ്പർ എടുത്തു. ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കിവിടെ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിച്ചു തരാം. വളരെ അടിപൊളിയായിട്ടുള്ള ഓപ്ഷനാണ്. പണ്ട് നമ്മൾ പല ആപ്ലിക്കേഷൻസിനെ ആശ്രയിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മളിവിടെ തൊട്ടടുത്തുള്ള ആ ഒരു ഇമോജിൻ്റെ ഓപ്ഷൻ കാണില്ല. അന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം ഒരു പ്ലസ് ഐക്കൺ കാണാം. കണ്ടില്ല, ഒരു പ്ലസ് മാർക്ക് കാണുന്നില്ലേ? ആ പ്ലസ് മാർക്കിലൊന്ന് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ആദ്യം നമുക്ക് ഇവിടെ കാണുന്നത് ഇമോജീസിൻ്റെ ഒക്കെ ഓപ്ഷനാണ്. പക്ഷെ ഇവിടെ ഈ ഒരു പ്ലസ് മാർക്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗാലറിയിലേക്ക് പോകും. ഗാലറിയിൽ ഞാൻ എൻ്റെ തന്നെ ഒരു ഇമേജ് എടുക്കണം. നിങ്ങൾക്ക് ഏത് ഇമേജ് വേണമെങ്കിലും എടുക്കാം. ഞാൻ എൻ്റെ തന്നെ ഒരു ഇമേജ് ഇവിടെ എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ആ ഇമേജ് സെക്കൻഡ് വെച്ചിട്ട് സ്റ്റിക്കറായിട്ട് മാറാണ്. ഇത് നമുക്ക് വേറെ ആപ്ലിക്കേഷൻ ഒന്നും ആവശ്യമില്ല. വാട്സപ്പ് തന്നെ പുതിയതായിട്ട് കൊണ്ടുവന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്. കണ്ടില്ലേ? ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്ത് നിങ്ങൾക്ക് അവരുടെ അടുത്ത് ഷൈൻ ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാണ്. അതായത് ഇവിടെ നമ്മൾ ഒരു ഹൈ മെസ്സേജ് വേണം ടൈപ്പ് ചെയ്യുക. ഇവിടെ കണ്ടില്ലേ, ഈ ഒരു പ്ലസ് മാർക്കിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ആ പ്ലസ് മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗാലറിയിൽ ഏത് ഫോട്ടോ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ സ്റ്റിക്കേഴ്സ് ആക്കി മാറ്റാൻ പറ്റും. ഇത് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൽ എല്ലാ ഫോണിലും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങളതിൽ വന്നിട്ടുണ്ടോ എന്നുള്ള അറിയാൻ പറ്റും. ഇവിടെ ഞാനൊരു ഫോട്ടോയും കൂടി ഗാലറിയിൽ നിന്ന് എടുത്തു. കണ്ടില്ലേ, ഒരു ഫോട്ടോയും കൂടി എടുത്തിട്ടുണ്ട്. അത് ഞാൻ സ്റ്റിക്കർ ആക്കിയിട്ട് സെക്കൻഡ് വെച്ച് സ്റ്റിക്കർ ആക്കിയിട്ട് മാറ്റുകയാണ്. കണ്ടില്ല, അടിപൊളി ഓപ്ഷൻ അല്ലേ? ഇതൊന്നും നിങ്ങൾ നിങ്ങളുടെ ഫോണിലൊന്ന് നോക്കി നോക്കുക. അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെ ചെയ്യാൻ സാധിക്കും. ഇല്ലേ 2 ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ ഫോണിലേക്കും ഈ അപ്ഡേഷൻ വരും. ഇപ്പോൾ ഈ അപ്ഡേഷൻ എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, വാട്സപ്പ് എടുക്കുക, ഒന്ന് അപ്ഡേഷൻ കൊടുത്തു നോക്കുക. വാട്സപ്പിന്റെ അപ്ഡേഷൻ കൊടുക്കേണ്ടത് നമുക്ക് പ്ലേ സ്റ്റോറിൽ കയറ്റി അന്ന് അപ്ഡേഷൻ കൊടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങളെ താഴെ ക്രിയേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണിക്കും. അതിൽ ആ ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ ഐഫോണിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 1-2 ദിവസം കൊണ്ട് നിങ്ങളൊന്ന് വാട്സപ്പ് നോക്കി നോക്കുക അപ്ഡേഷൻ ഉണ്ടോ എന്നുള്ളത്. അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ഒന്നുകൊണ്ട് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ വരും. ഇതുപോലുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസാണ് എല്ലാ ദിവസവും ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്താണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബും പിന്നെ ലൈക്കും പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി വരുന്നവരെ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.